പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 33. ഒറ്റിക്കൊടുക്കുക. 2 ശമൂവേൽ 15 വചനം 31. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹിതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ, അഹിതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 1 ദിനവൃത്താന്തം 12 വചനം 17. ദാവീദ് അവരെ എതിരേറ്റ് ചെന്ന് അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ അന്യായം ഒന്നുമില്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. മത്തായി 10 വചനം 4. ശിമോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കറിയാത്തോ യൂദ. മത്തായി 17 വചനം 22. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. മത്തായി 20 വചനം 18. നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. മത്തായി 24 വചനം 10. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. മത്തായി 26 വചനം 2. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മത്തായി 26 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോട് കൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി 27 3, 4 വചനങ്ങൾ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. ആമേൻ.